Hello friends, welcome to PSC and Cooperative Winner. ഖാദി ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാം ഒക്ടോബർ 16 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏപ്രിലിൽ നടക്കേണ്ട എക്സാം ആയിരുന്നു, അത് ലോക്ക്ഡൗൺ കാരണം മാറ്റിവെച്ചിട്ട് ഒക്ടോബർ 16 എക്സാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് PSC എക്സാംസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡേറ്റിന് ഇനി മാറ്റമൊന്നും വരില്ല. നമുക്ക് ഒക്ടോബർ 16 ആയിരിക്കും കോവിഡ് മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് PSC എക്സാം കണ്ടക്ട് ചെയ്യുക അല്ലേ. അപ്പം നമ്മുടെ ഈ സെയിം സിലബസിലുള്ള ഒരു പുതിയൊരു സിലബസാണ് നമുക്ക് PSC പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ സെയിം സിലബസിലുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഫെബ്രുവരി 1, 2020 നടന്നിരുന്നു അല്ലേ. ഈ എക്സാം എഴുതിയവരും അല്ലാത്തവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ PDF ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാച്ച് ചെയ്ത ശേഷം മാത്രം, ഇപ്പോൾ ആദ്യമായിട്ട് ഇതിന് പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി മനസ്സിലാക്കിയ ശേഷം പഠിക്കുക. അല്ലെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ PSC ആൻഡ് കോപ്പറേറ്റീവ് വിന്നർ എന്നുള്ള ചാനൽ തുടക്കം മുതലേ ഇതിനുള്ള എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്തിരുന്നു. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ, ഒരു 50 എബോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നില്ല. ആ മോഡൽ എക്സാമിൽ ഒരു 4-5 ക്വസ്റ്റ്യനോളം നമ്മുടെ മെയിൻ എക്സാമിന് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലിട്ട് ഒരുപാട് ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കറക്റ്റായിട്ട് പഠിച്ചവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് വരാൻ പോണ എക്സാമിനും ഒരുപോലെ ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും മാക്സിമം പഠിച്ചു തീർക്കുക. ഇനി ഒരു 1 മന്ത് ടൈമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കുക. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 1 കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, The main object of forming a cooperative society is to, that's the first question. Answer is economic welfare of members. Okay, option B ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് CAPE, കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ. ആൻസർ ഈസ് ഓപ്ഷൻ C, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിൻ്റെ CM ആണ് CAPEൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹൻ. ആൻസർ ഈസ് ഓപ്ഷൻ A, ഫോം 8A. അതായത് ഗഹൻ്റെ ഫോം 8 ചെയ്ത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ CSEB എക്സാംസിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗഹൻ്റെ ഫോം നമ്പറാണ് 8A. ഓക്കെ, മറക്കരുത്. Then one man one vote principle was recommended by dash committee. ഇതൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ C, മാക്ലഗൻ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസിഡൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ദ പ്രസിഡൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്ഷൻ B, ഓഫീസറാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഷെഡ്യൂളിലാണ് നമ്മൾ കോപ്പറേഷനെ പറ്റി പറയുന്നത്? കോപ്പറേഷനെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ്. ആൻസർ ഈസ് ഓപ്ഷൻ C, 7, 7ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മൾ കോപ്പറേഷനെ കുറിച്ച് പറയുന്നത്. ലിസ്റ്റ്, 7ാമത്തെ ഷെഡ്യൂൾ ലിസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് NDDB. ആൻസർ ഈസ് ഓപ്ഷൻ B, NDDB. Next question, the Multi-State Cooperative Societies Act 2002 of India has incorporated dash in its second schedule. മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇതിലില്ല. അപ്പോൾ ഓപ്ഷൻ D, നൺ ഓഫ് ദ എബവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഷെഡ്യൂളിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്ന് മൈൻഡിൽ വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡിസംബർ 2019 ദ യുണൈറ്റഡ് നേഷൻ ഡിക്ലെയർഡ് ഡാഷ് ഇയർ ആസ് ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്.
Answer is option A, 2012. Next question. The headquarters of International Cooperative Alliance was shifted to Brussels in Belgium. Answer is option D, 2013. Next question. Dash is a multi-state cooperative society engaged in the business of manufacturing and marketing of fertilizers. Answer is option B, IFCO. Next question. The red color of cooperative flag of International Cooperative Alliance stands for dash of cooperatives. Answer is option D, courage. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തൊരു പുതിയൊരു ഫ്ലാഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ പഴയ അത് ഡിലീറ്റ് ചെയ്തിട്ടൊരു പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഓക്കെ, റെഡ് കളറ് കറേജാണ്. ഓക്കെ, അതിൽ ഓറഞ്ച് ആയിരുന്നു കറേജിനെ കുറിച്ച് പ്രതിപാദിക്കുക. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് പേർക്ക് മാർക്ക് പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണുക. ഓക്കെ, കോപ്പറേറ്റീവ് ഫ്ലാഗ്. Dash is an apex organization founded on the birthday of Mahatma Gandhi on 2nd October 1958. Answer is option A, NAFED. Next question. PACS in corporation stands for. അപ്പോൾ PACSൻ്റെ ഫുൾ എന്താണെന്നുള്ളതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. നെക്സ്റ്റ്, ലാംസ് സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ അണ്ടർ റൂൾ 65 സബ്സെക്ഷൻ 3. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഓഡിറ്റിൻ്റെ എക്സംഷൻ്റെ ഒക്കെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ രജിസ്ട്രാർ ഷാൾ മേക്ക് ആൻ ഓർഡർ ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അണ്ടർ ഡാഷ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെക്ഷൻ 74. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗവൺമെൻറ് ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് not more than dash persons on the committee of an apex or central society. Answer is option A, 2. Next, dash is based on the principle of self-interest, maximization of profit and exploitation. Answer is option B, capitalism. ക്യാപിറ്റലിസത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ ഒക്കെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ഓഫ് ഖാദി ബോർഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ള ഫോൾഡറിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ശ്രീ ചൗധരി ബ്രഹ്മപ്രകാശ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 വാസ് enacted with the objective. Answer is option D, all of these. Next question. The centennial year of the Indian cooperative movement. Answer is option C, 2004. Next question. The expert group of agriculture independence was set up in August 2006 under the chairmanship of dash. Answer is option A, R. Radhakrishna. Next question. Education fund of every cooperative society has to be paid within dash months from the date of receipt of audit certificate. Answer is option B, 2. Next question. Collective management is realized by the cooperative organization through. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ഇന്ത്യ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, മദർ ഡയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ദ കോപ്പറേറ്റർ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡോക്ടർ വില്യം കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തത് ഓപ്ഷൻ ഡി, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്, സെക്ഷൻ 6. പാർട്ട് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓപ്ഷൻ സി, പാർട്ട് 5 ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ ഓഫീസർ ഓർ പേഴ്സൺ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 60A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, വിജിലൻസ് ഓഫീസർ. നെക്സ്റ്റ്.
Corporation become a state subject from dash onwards. ആൻസർ ഈസ് ഓപ്ഷൻ ബി 1919. 1919 മുതലാണ് കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത്. വി കെ പാട്ടീൽ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 2001. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ 2001. The first general body meeting of a cooperative society has to be convened within dash days from the date of registration. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എത്ര ദിവസത്തിനുള്ളിലാണ് കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലെ? 3 മന്താണ്, അതായത് 90 ഡേയ്സിനുള്ളിൽ കണ്ടക്ട് ചെയ്യണം. അത് മാറരുത്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിൽ 6 മന്തും ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിൽ 3 മന്തും. ഓക്കെ, അത് പലർക്കും മാറിപ്പോകാൻ ചാൻസുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ എവറി ഇയർ ഓൺ ഡാഷ്. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. Next question, there is similarity between cooperation and capitalism in respect of. Answer is option C, holding of private property. Next question, the section of Kerala Cooperative Societies Act which provides protection to the share capital and other interest of a member in a society from the attachment and sale in execution of a decree. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 38. എപ്പോഴും ചോദിക്കുന്ന ഒരുപാട് സെക്ഷൻസും റൂൾസും ഉണ്ട്. പക്ഷേ നമ്മൾ അത് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് അറിയാത്ത മാക്സിമം എല്ലാ സെക്ഷൻസും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന സെക്ഷൻസ് ആയിരിക്കണം എന്നില്ല. ഇനി ചോദിക്കാൻ റെയറായിട്ടുള്ള സെക്ഷൻസും ചോദിക്കാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇസ് ദ ഔട്ട്കം ഓഫ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, initiative taken by the government. Next question, State Cooperative Election Commission is constituted under section 28B. that is option A ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചാനലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഇൻ ഇന്ത്യ ഇൻ. ഇതൊരു റോങ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഇതിലില്ല. 1966 അത് അപ്പോയിൻറ്റ് ചെയ്തത്. 1969 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നബാർഡ് ഈസ് എ ഓപ്ഷൻ ബി ഡെവലപ്മെൻറ്റ് ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ കേരള. ദാറ്റ് ഈസ് ഓപ്ഷൻ എ സിംഗിൾ ടയർ. ഇതും നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി 51 ആണ് NCDCൻ്റെ ജനറൽ കൗൺസിലുള്ള മെമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റീസൺ ഫോർ ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011 ആർ. ഓപ്ഷൻ എ 1, 2 and 3, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ 3 2 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ദ ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എ fundamental right of Indian citizen. Okay, that is answer is option A 19 subsection C. Power to make rules as per Kerala Cooperative Societies Act is vested on. Answer is option A, government. Next question, dash was the chairman of high powered committee on cooperative appointed by government of India in 2009. നമ്മൾ അധികം കേൾക്കാത്തൊരു കമ്മിറ്റിയാണ് ശിവാജി റാവു പാട്ടീൽ. അപ്പോൾ ഇത് മറക്കണ്ട, അതിൻ്റെ ഇയർ 2009 ആണ്. ഓക്കെ, ഹൈ പവേർഡ് കമ്മിറ്റിയാണ്. ഹൈ പവേർഡ് കമ്മിറ്റി ഓഫ് കോർപ്പറേഷൻ 2009, ശിവാജി റാവു പാട്ടീൽ. ദെൻ ആൻ ഓഫീസർ ഹു എക്സിക്യൂട്ട് ദ അവാർഡ് ഈസ് കോൾഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ സെയിൽസ് ഓഫീസർ. സെയിൽ ഓഫീസറാണ്. ഇതും CSEBൻ്റെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി. That is option A, secretary, cooperative department. Next question, surcharges levied under section dash of the Kerala Cooperative Societies Act. Under section option B 68. Then the National Cooperative Housing Federation of India was launched in the year. National Cooperative Housing Federation launch ചെയ്തത് ഓപ്ഷൻ ബി 1969. ഓക്കെ, അതിൽ 3 വരുന്നുണ്ട്. NHB വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഫെഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ.
The security for long-term loans are loan not include. The security for long-term loan not include, that is option B, pledge of goods. Next, bridge loan which are provided to the industrial undertakings for dash, that is meeting short-term urgent needs. Answer is option C. Then capital adequacy is one of the pillars of dash norms for good governance. അപ്പോൾ നമ്മൾ ബേസൽ നോമിൻ്റെ ഒരു ക്ലിയർ കട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ, ബേസൽ. ദെൻ IFSC കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ഓഫ് ഓപ്ഷൻ ബി 11, 11 നമ്പേഴ്സാണ് IFSCയിലുള്ളത്. അപ്പോൾ പഠിക്കണമെങ്കിൽ IF അല്ലേ, അവിടെ തന്നെ നമ്മൾ 1 1 വരുന്നുണ്ട്, അപ്പോൾ 11 എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ലോൺസ് ഈസ് കാൾഡ് ഓപ്ഷൻ ഡി, മണി മാർക്കറ്റ്. ഓക്കെ, മണി മാർക്കറ്റാണ് ഷോർട്ട് ടേം മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ദെൻ എക്സ്പാൻഡ് CTS, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം, ഓപ്ഷൻ ഡി. നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം എന്നാണല്ലോ, നമ്മൾ പെട്ടെന്ന് അത് ഓർത്തിട്ട് അത് മാർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ കറക്റ്റ് നമ്മുടെ കണ്ണും കൊണ്ട് കറക്റ്റ് വായിച്ച് നോക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ പോരാ, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം തന്നെയാണോ നോക്കണം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ആണ്. ദെൻ വിച്ച് കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? ഓപ്ഷൻ സി, റുപേ ഡെബിറ്റ് കാർഡാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ദ NBFC are allowed to accept public deposit for a maximum period of dash, that is 5 years ആണ്. that is option D, 60 months, 60 month. അതാണ് NBFC are allowed to accept public deposit for a maximum period എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the rate of interest in the call money market is determined by ഓപ്ഷൻ എ, lenders and borrowers. ഓക്കെ, RBI അല്ല, lenders and borrowers ആണ്, ഒന്ന് മൈൻഡിൽ വയ്ക്കുക. The drawer of a check is mentioned the date subsequent to the date on which it is drawn. It is called option B, post dated check. അപ്പോൾ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണും. Demonetization of bank notes ₹500 and ₹1000 was announced on option D, 2016 November 8. Okay. The most suitable deposit scheme for traders? Very simple question, that is answer C, current deposit. Next question, the document drawn by the debtor contains unconditional undertakings to pay the money to the creditor. That is option A, promissory note. Promissory note class upload ചെയ്തിട്ടുണ്ട്. If check is not closed, it is called option C, open check. The appropriation takes place in dash order according to Clinton case, that is option C, chronological order. ഇതിൻ്റെ ക്ലാസ്സിന് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഉടനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് ആണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ആർ ഓപ്ഷൻ എ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. നെക്സ്റ്റ്, ദ സെക്യൂരിറ്റി വിച്ച് ഹോൾഡ് സ്റ്റെബിലിറ്റി ഇൻ ഇറ്റ്സ് പ്രൈസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഗവൺമെൻറ് ബോണ്ട്സ്. Next, the higher cash reserve ratio will lead to option B, lower volume of credit. നമുക്ക് നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ കൂടുതലാണെങ്കിൽ നമുക്ക് അധികമൊന്നും ലോണൊന്നും കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നോട്ട് ഇൻക്ലൂഡ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചാനലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഇൻഫ്ലേഷൻ ദ RBI ഡാഷ് ദ സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് സെൽസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Then the activities of Agriculture Credit Department is handled by option A, NABARD. The Reserve Bank of India started its functioning on option D, 1935. The following is not a nationalized bank. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാനറ എന്നുള്ളതിന് കാനഡ എന്നായി പോയതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. ഇതിൻ്റെ ആൻസർ ധനലക്ഷ്മി ബാങ്ക് ആയിരുന്നു, ഓപ്ഷൻ സി. ഇത് പ്രൈവറ്റ് സെക്ടറാണ്, ബാക്കി രണ്ടും നാഷണലൈസ്ഡ് ആണ്. DD, demand draft is issued by option A, bank. ECS means electronic clearing service, that is option D. ഇതും കറക്റ്റ് നമ്മൾ വായിച്ച് നോക്കണം. Then the relationship between the customer and banker in the case of deposit. ഡെപ്പോസിറ്റിൻ്റെ കേസിൽ കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്ക് ഡെപ്റ്ററുമാണ് ഡെപ്പോസിറ്റിൻ്റെ കേസിൽ. ഇവിടെ ആൻസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ബാങ്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ടൊരു കോഡ് രൂപത്തിൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക, പ്ലേലിസ്റ്റിൽ കയറിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969. ഫസ്റ്റ് നാഷണലൈസ് ചെയ്ത ബാങ്ക്സ് 14 ബാങ്ക്സ്, 14 ബാങ്ക്. ഓപ്ഷൻ സി. The management of account receivables of a exporter or manufacturer is known as option C factoring service. Okay, the bank which meet the long term requirements of agriculturist, that is answer is option A land development bank. Next question, the major players in Indian money market, answer is option D commercial bank. Next question, which of the following is not a external cause for NPA? എക്സ്റ്റേണൽ കോസ് അല്ലാത്തത് ഓപ്ഷൻ എ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഓഫ് ബാങ്ക്, അത് ഇൻറ്റേർണലാണ്, അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോൺ പെർഫോമിംഗ് അസറ്റ് വിച്ച് കാനോട്ട് ബി റിക്കവേർഡ് ഇൻ ടേംസ് ആസ്. നമുക്ക് NPA ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത NPAനെ പറയുന്ന പേരാണ് ലോസ് അസറ്റ്. 100% അത് ബാഡ് ഡെപ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. സർഫേസി ആക്ട് 2002 കെയിം ഇൻ ടു ഫോഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് സർഫേസി ആക്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ടു മാനേജ് NPA. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an organization underwrite the securities of corporate entity. ഓപ്ഷൻ സി മെർച്ചൻ്റ് ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈസൻസിങ് ടു ബാങ്കിങ് കമ്പനീസ് ഈസ് ഗിവൺ അണ്ടർ ഡാഷ് സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. ഇത് മോഡൽ എക്സാമിന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ചാനലിൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി സെക്ഷൻ 22. സെക്ഷൻ 22 അതിൻ്റെ ആൻസർ. ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ദ എക്സ്പെൻസ് ഓഫ് സ്പെഷ്യൽ ഓഡിറ്റ് ഓഫ് എ ബാങ്കിങ് കമ്പനി സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ മെയ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഷാൾ ബി ബോൺ ബൈ. ആരാണ് ഇതിൻ്റെ എക്സ്പെൻസ് ഒക്കെ വഹിക്കുന്നത് ബാങ്കിങ് കമ്പനീൻ്റെ? അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ദ ബാങ്കിങ് കമ്പനിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ആസ് പെർ PMJJBY സ്കീം ഓൺ ദ ഡെത്ത് ഓഫ് ഇൻഷുർഡ് റിസ്ക് കവറേജ് അവൈലബിൾ ഈസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ 2 lakh ആണ് അതിൻ്റെ റിസ്ക് കവറേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അണ്ടർ അടൽ പെൻഷൻ യോജന ദ ഗ്യാരണ്ടീഡ് പെൻഷൻ റിസീവബിൾ അറ്റ് ദ ഏജ് ഓഫ്, ആൻസർ ഇസ് ഓപ്ഷൻ സി 60. അടൽ പെൻഷൻ യോജനേൻ്റെയും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് മീൻസ്, ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് മീൻസ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റൈറ്റ് ടു കമ്പൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ബാങ്കേഴ്സ് ലീൻ ഈസ് ഓൾവേസ്, ഓപ്ഷൻ എ ജനറൽ ലീൻ. ബാങ്കേഴ്സ് ലീൻ എല്ലായ്പ്പോഴും ജനറൽ ലീൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ IT ആൻഡ് സൈബർ ലോ. നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എത്ര ക്വസ്റ്റ്യൻസ് വരുന്നു, 20 or 30 or 10. അപ്പോൾ ആ ഇതിന് വെറും 10 ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് സച്ച് ആസ് മോണിറ്റേഴ്സ്, കീബോർഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ്, ആൻസർ ഈസ് ഓപ്ഷൻ സി പെരിഫറൽ ഡിവൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 type of memories RAM and ROM are part of, option B main memory. Examples of system program include, answer is option D all of the above. Okay, program provided users with a grid of rows and columns is classified as, നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ്. ഓപ്ഷൻ ബി സ്പ്രെഡ്ഷീറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISP stands for ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബൂസ്റ്റ് ദ സിഗ്നൽ ബിറ്റ്വീൻ 2 കേബിൾ സെഗ്മെൻറ്റ് ഓർ വയർലെസ് ആക്സസ് പോയിൻറ്റ്സ് ഈസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി റിപ്പീറ്റർ ആണ് അതിൻ്റെ ആൻസർ. ബട്ട് PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഫയൽസ് ഫ്രം എ കമ്പ്യൂട്ടർ on the internet to your computer is called, that is option D downloading. Okay, next, which one of the following is not used to generate dynamic web pages? ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പ്യൂട്ടർ ജാർഗൺ WWW stands for,
നമ്മൾ WWW കേട്ടിട്ടുണ്ടല്ലേ, വേൾഡ് വൈഡ് വെബ്. അപ്പോൾ വേൾഡ് വൈഡ് വെബ് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമല്ലേ, വേൾഡ് വൈഡ് വെബ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ITAT 2000? ഏതാണ് അപ്ഡേറ്റഡ് വേർഷൻ? 2008 അല്ലേ, ITAT 2008. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് ഈ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും അതിൻ്റെ ലിസ്റ്റൊന്നും ഷോർട്ട് ലിസ്റ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്നാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ ഏരിയാസിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇതിന് 50 above പാർട്ട് സിലബസ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. മറ്റുള്ള ചാനൽ അതുപോലെ തന്നെ മറ്റുള്ള ബുക്സ് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സോഴ്സും നിങ്ങൾ കവർ ചെയ്ത് മാക്സിമം പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.